السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ വിലപ്പെട്ട 5 മിനിറ്റ് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതിനെപ്പറ്റി സംസാരിച്ചു. അഡിക്ഷനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഈ അഡിക്ഷൻ എന്നുള്ളത് ഒരു ഹോളിസ്റ്റിക് കൺസെപ്റ്റിലൂടെ സൈക്ക് ആൻഡ് ഫിസിയോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ കൺസെപ്റ്റ്, ഈ 3 കൺസെപ്റ്റിലൂടെയും നമ്മൾ ഈ അഡിക്ഷനെ എങ്ങനെ വിലയിരുത്താം എന്നുള്ള വിഷയമാണ്. അഡിക്ഷൻസിൻ്റെ ഏറ്റവും ചെറുതായിട്ടുള്ള ഡെഫിനിഷൻ, ഇറ്റ്സ് എ ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ നീഡ് ഓർ ഏർജ് to do something or to use something, knowing about its negative consequences. ഏതൊരു വസ്തുവോ അല്ലെങ്കിൽ ഏതൊരു പദാർത്ഥമോ ഏതൊരു സ്വഭാവമോ അത് സ്വായത്തമാക്കൽ, അത് നമ്മുടെ മാനസികമായ ആരോഗ്യപരമായ ആവശ്യത്തിന് എന്ന് കരുതിക്കൊണ്ട് അത് ഒഴിച്ചുകൂടാനാവാതെ അതിൻ്റെ പ്രതികൂല അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ടും അത് ഒഴിച്ചുകൂടാനാവാത്ത അവസ്ഥ. അപ്പോൾ ഒരു വ്യക്തി അഡിക്ഷൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ആസക്തി സംഭവിക്കുമ്പോൾ അതിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് അവൻ്റെ സ്പിരിച്വൽ, ആത്മീയമായ ഘടകം. 2 ഫിസിയോളജിക്കൽ, അവൻ്റെ ശാരീരികമായ ഘടകം. അതുപോലെ അവൻ്റെ മാനസികമായ സൈക്ക്. ഇത് 3നെയും അത് ബാധിക്കുന്നുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ അതിമഹത്തരമായ സംവിധാനമാണ് നമ്മുടെ ബ്രെയിൻ സിസ്റ്റം. ഈ ബ്രെയിന് നമ്മൾ എന്ത് ചെയ്യണം? അത് പ്യൂരിഫിക്കേഷനിലൂടെ, സംയോജിതമായിട്ടുള്ള പ്യൂരിഫിക്കേഷൻ നടത്തിക്കൊണ്ട് മനുഷ്യൻ അവൻ്റെ ഹൃദയത്തെയും അവൻ്റെ ഇൻ്റലിജൻസിനെയും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഈ മനുഷ്യൻ്റെ ശുദ്ധീകരിക്കപ്പെടാതെ അല്ലെങ്കിൽ സംസ്കരിക്കപ്പെടാതെയുള്ള ഇൻ്റലിജൻസാണ്, അതടങ്ങുന്ന അവൻ്റെ മെൻ്റൽ പ്രോസസ്സാണ് പ്രിമിറ്റീവ് മെൻ്റൽ സ്റ്റാറ്റസ്. അത് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ക്രമപ്രവൃത്തിയായിക്കൊണ്ട് ശുദ്ധീകരിച്ച് കണ്ടിന്യൂസ് ആൻഡ് കൺസിസ്റ്റൻ്റ് ആൻഡ് പെർസിസ്റ്റൻ്റ്, തുടർച്ചയായിക്കൊണ്ട് അതിനെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കണം. അത് മനുഷ്യൻ്റെ ചിന്തകളെ, അതിൻ്റെ ആവിർഭാവം ഹൃദയമാണ്. ഹൃദയവും മസ്തിഷ്കവും തമ്മിൽ എന്തുണ്ട്? നല്ലൊരു ട്രാൻസാക്ഷൻ ഉണ്ട്, ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഹൃദയത്തിലും ബ്രെയിൻ ന്യൂറോൺസ് ഉണ്ടെന്നാണ്. 40,000 ന്യൂറോൺസ് ഹൃദയത്തിലുമുണ്ട്. ഹൃദയവും മസ്തിഷ്കവും ബ്രെയിനിൻ്റെ ന്യൂറോൺസുമായത് ട്രാൻസ്മിറ്റ്, അത് അനുസ്യൂതം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹൃദയം നന്നായാൽ അവൻ്റെ മസ്തിഷ്കം നന്നാവുന്നത്. അപ്പോൾ ഹൃദയത്തിനും മസ്തിഷ്കത്തിനും പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. ഈ പറയപ്പെടുന്ന പ്രിമിറ്റീവ് മൈൻഡ് സെറ്റപ്പിൽ അത് ഉണ്ടാവില്ല. അത് സൊഫിസ്റ്റിക്കേറ്റഡ് പ്യൂരിഫൈഡ് മൈൻഡ് സെറ്റപ്പിലേക്ക് മാറണം. അതിനു വേണ്ടിയാണ് ആത്മീയത, അതിനു വേണ്ടിയാണ് ആത്മീയമായ നമ്മുടെ കർമ്മങ്ങൾ, ആത്മീയമായിട്ടുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ സംസ്കരണത്തിന് വേണ്ടിയാണ്. ഈ സംസ്കരിക്കപ്പെട്ട നമ്മുടെ ഹൃദയവും മസ്തിഷ്കവും അത് നമ്മൾക്ക് നൽകുന്ന പ്ലഷർ, സന്തോഷമാണ്. എന്ത്? ട്രാങ്കുലിറ്റി, തുമഇനീനത്ത്. അതില്ലാതെ പോകുമ്പോൾ മനുഷ്യൻ അതിൻ്റെ തിന്മകളെപ്പറ്റി ബോധമുണ്ടായിട്ടും വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹികമായ എല്ലാ തിന്മകളെപ്പറ്റിയുമുള്ള ബോധമുണ്ടായിട്ടും ഏതെങ്കിലും ഒരു വസ്തുവിനോട് ആസക്തി കാണിക്കുന്നെങ്കിൽ അത് ഏതവസ്ഥയിലാണ്? ഈ പറയപ്പെടുന്ന പ്രിമിറ്റീവ് മൈൻഡ് സെറ്റപ്പിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം നന്നാക്കേണ്ടത് നമ്മുടെ ആത്മീയ മൂല്യത്തിലൂടെ, ആത്മീയതയിലൂടെ
ആത്മീയ സംസ്കരണത്തിലൂടെ നമ്മുടെ മസ്തിഷ്കത്തെയാണ്. ഈ മസ്തിഷ്കം, ഹൃദയം ഇത് സംസ്കരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഖദ് അഫ്ലഹ മൻ തസക്ക ഖദ് അഫ്ലഹ മൻ സക്കാഹ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. തീർച്ചയായിട്ടും ശുദ്ധീകരണം നടത്തിയവർ, ശുദ്ധീകരണ പ്രക്രിയയിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ശുദ്ധീകരിക്കുന്നവർ അവൻ വിജയിച്ചു. ഖദ് അഫ്ലഹ, മാളിയായ ഒരു പദത്തിൻ്റെ മുമ്പിൽ ഖദ് ചേർത്ത് കഴിഞ്ഞാൽ അത് സംതിങ് ഡെഫിനിറ്റാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മീയ ശുദ്ധീകരണത്തിന്, നമ്മുടെ സംസ്കരണത്തിന് വേണ്ടിയുള്ള ഊന്നൽ ഇസ്ലാം തുടർച്ചയായി നമുക്ക് നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്കരണ വിധേയമാകണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന പ്യൂരിഫിക്കേഷൻ, അതിലൂടെ നമ്മുടെ വെളിച്ചം, അതാണ് നൂർ, അതാണ് പ്രകാശം. അതല്ലാത്തൊക്കെ ഇരുട്ടാണ് മൊത്തവും അഡിക്ഷൻസ്. ഇൻഷാ അല്ലാഹ് തുടർന്നുകൊണ്ട് ക്ലാസ്സുകൾ കേൾക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി യഥാർത്ഥ രൂപത്തിൽ അമൽ ചെയ്യുവാൻ നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.